പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കേരളം ആര് ഭരിക്കണമെന്ന് ഇനി BJP തീരുമാനിക്കും. ഇത് വെറും ഒരു തലക്കെട്ടല്ല, വരാനിരിക്കുന്ന കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. 14 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കുമെന്ന പ്രവചനം വെറുമൊരു അക്കമല്ല, മറിച്ച് 60 വർഷമായി കേരളം ഭരിച്ച് 2 മുന്നണികൾക്കുമുള്ള ജനങ്ങളുടെ കരണത്തേറ്റ അടിയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ താമര വിരിയുന്നത് ഇനിയൊരു സ്വപ്നമല്ല, അതൊരു കൊടുങ്കാറ്റായി മാറുകയാണ്. എന്താണ് ഈ 14 സീറ്റുകളുടെ രഹസ്യം? എങ്ങനെയാണ് BJP കേരളത്തിലെ അടിയൊഴുക്കുകളെ തങ്ങൾക്ക് അനുകൂലമാക്കിയത്? ഇനിയുള്ള ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം എങ്ങനെ മാറും? ആവേശം നിറയ്ക്കുന്ന നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഈ രാഷ്ട്രീയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വോട്ടർമാർ എന്നും രാഷ്ട്രീയ പ്രബുദ്ധരാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ പ്രബുദ്ധതയെ ചൂഷണം ചെയ്യുകയായിരുന്നു LDFും UDFും. 5 വർഷം നിങ്ങൾ, അടുത്ത 5 വർഷം ഞങ്ങൾ, ഇതായിരുന്നു ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അതിനെല്ലാം പൊളിച്ചെഴുതിയായിരുന്നു LDF വീണ്ടും തുടർ ഭരണത്തിലേക്ക് വന്നത്. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ യുവാക്കൾ ഇന്ന് തൊഴിലില്ലാതെ അലയുകയാണ്. വികസനം എന്നത് വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. അഴിമതിയുടെ കാര്യത്തിൽ ഇരു മുന്നണികളും മത്സരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഒരു മൂന്നാം ബദലായി കേരളത്തിലേക്ക് കരുത്തോടെ കടന്നു വരുന്നത്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറും എത്തി. പഴയതുപോലെ BJPക്ക് ഇവിടെ വോട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളത്തിന്റെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു, സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ മാറ്റത്തിന്റെ ചാലക ശക്തി വികസനമാണ്. ആ മാറ്റത്തിന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ പ്രകാരം BJP ഇത്തവണ 14 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ ആകാം. നമുക്ക് മണ്ഡലം തിരിച്ചു തന്നെ ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമത് തിരുവനന്തപുരം, പിന്നെ ആറ്റിങ്ങൽ. BJPയുടെ ഏറ്റവും ശക്തമായ കോട്ടകൾ ഇവിടെ താമര വിരിയുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ സജീവ സാന്നിധ്യവും വികസന പ്രവർത്തനങ്ങളും ഇവിടെ BJPയെ ഒന്നാമതെത്തിച്ചു എന്ന് വേണം പറയാൻ. 2, തൃശൂർ. സുരേഷ് ഗോപി എന്ന വ്യക്തിപ്രഭാവം തൃശ്ശൂരിന് മണ്ണിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. തൃശ്ശൂർ ഞാനിന്ന് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ അദ്ദേഹം തൃശ്ശൂരിനെ എടുത്തു. ഈ ഒരു വാക്ക് ഇപ്പോൾ പത്മജയ്ക്ക് കരുത്ത് പകർന്നിരിക്കുകയാണ്. തൃശ്ശൂർ ഇന്ന് കാവിക്കോട്ടയാണ്. 3, പാലക്കാടും പത്തനംതിട്ടയും. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഏറ്റവും കൂടുതൽ നടന്ന മണ്ഡലങ്ങൾ. വിശ്വാസ സംരക്ഷണത്തിനായി BJP നടത്തിയ പോരാട്ടങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ മറന്നിട്ടില്ല. 4, കാസർഗോഡ്. വടക്കൻ കേരളത്തിൽ BJPയുടെ കരുത്ത് തെളിയിക്കുന്നിടം. വോട്ട് വിഹിതത്തിൽ വലിയ വർധനമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ആലപ്പുഴ, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലും BJP അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ BJPയിലേക്ക് ഒഴുകുന്നു എന്നതാണ് ഈ എക്സിറ്റ് പോളിംഗിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയാം. കേരള രാഷ്ട്രീയം BJPക്ക് എപ്പോഴും ബാലികേറാമലയായിരുന്നു. ക്രൈസ്തവ വോട്ടുകൾ, അതെല്ലാം ഒരു ബാലികേറാമലയുടെ ലക്ഷണമായിരുന്നു. എന്നാൽ ഇന്ന് ചിത്രം മാറി. സഭകളും BJPയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. ഇതിന് പ്രധാന കാരണം തീവ്രവാദ നിലപാടുകളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയമാണ്. അതുപോലെ മുനമ്പം വിഷയമാണ്. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിസ്ത്യൻ സഭകൾ ഉയർത്തിയ ആശങ്കകൾ കേൾക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു BJPയുടേത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് വരുന്നത് 14 സീറ്റുകൾ എന്ന ലക്ഷ്യം എളുപ്പമാക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തുകൊണ്ടാണ് കേരളം BJPയെ വിശ്വസിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് ഇനി കടക്കാം. ഉത്തരം വളരെ ലളിതമാണ്, നരേന്ദ്രമോദി. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരം. അതുപോലെ വന്ദേ ഭാരത് എക്സ്പ്രസ്, അതായത് കേരളത്തിലെ യാത്രാ സൗകര്യങ്ങളിൽ വിപ്ലവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. പിന്നെ ദേശീയപാത വികസനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന റോഡ് പണികൾ മോദി സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കി. പിന്നെ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം കേന്ദ്ര സഹായത്തോടെ വികസിക്കുന്ന നഗരങ്ങളാണ്. സൗജന്യ റേഷനും കിസാൻ സമ്മാൻ നിധിയും പാവപ്പെട്ടവന്റെ അടുക്കളയിൽ മോദി എത്തി എന്ന് പറയാം. ഇതൊന്നും കാണാതെ പോകാൻ മലയാളികൾക്ക് കഴിയില്ല. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും കണ്ട് മടുത്ത ജനങ്ങൾക്ക് മുന്നിൽ അഴിമതിരഹിതമായ, അഴിമതിയില്ലാത്ത ഭരണം എന്ന മോദി ഗ്യാരണ്ടി വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ കേരള മോഡൽ എന്നത് വെറും പൊള്ളയാണെന്ന് പ്രളയവും കോവിഡും തെളിയിച്ചു കഴിഞ്ഞു. ദുരന്തം വരുമ്പോൾ മാത്രം ഒരു സർക്കാർ, അതും കിറ്റ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണല്ലേ. സാമ്പത്തികമായി കേരളം ഇന്ന് തകർന്നു കിടക്കുകയാണ്. തർക്കമില്ലാത്ത വിഷയം. കടമെടുത്ത് മുടിഞ്ഞൊരു സംസ്ഥാനം. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ശമ്പളം കൊടുക്കാനൊക്കെ കടമെടുക്കുന്നു. ഇതിന് കാരണം ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ്. മറുഭാഗത്ത് UDF ആകട്ടെ നേതൃത്വമില്ലാതെ ഉടലുകയാണ്. കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ മുങ്ങിയിരിക്കുന്നു. BJPയുടെ വളർച്ച തടയാൻ ഇവർ
ഇവർ രണ്ടുപേരും കൂടി നടത്തുന്ന ബി ടീം കളി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് BJPയുടെ ഈ ഒരു വളർച്ച. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. BJPക്ക് 14 സീറ്റുകൾ ലഭിച്ചാൽ അത് കേരള നിയമസഭയിൽ വലിയ ചലനം ഉണ്ടാക്കും. അറിയാമല്ലോ, ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വന്നാൽ BJP തീരുമാനിക്കും ആര് കേരളം ഭരിക്കണമെന്ന്. ഇതിനെയൊക്കെയാണ് കിങ് മേക്കർ എന്ന് വിളിക്കുന്നത്, അല്ലെ? BJPയുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു സർക്കാർ നിലവിൽ വരില്ല എന്ന അവസ്ഥ. ഇത് കേരളത്തിലെ രാഷ്ട്രീയ അഴിമതികൾക്ക് അന്ത്യം കുറിക്കും. കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുന്ന ഒരു ഭരണകൂടത്തെ മാത്രമേ BJP പിന്തുണയ്ക്കൂ. അത് കേരളത്തിന്റെ വികസനത്തിന് പുതിയ വേഗതയും നൽകും. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ BJP സൈബർ ഇടങ്ങളിൽ വേട്ടയാടിയിരുന്നവർ ഇന്ന് പ്രതിരോധത്തിലാണ്. BJP IT സെല്ലും യുവമോർച്ചയും നടത്തുന്ന കൃത്യമായിട്ടുള്ള പ്രചരണങ്ങൾ താഴെത്തട്ടിൽ വരെ എത്തിക്കഴിഞ്ഞു. ഓരോ ബൂത്തിലും BJPക്ക് ഇന്ന് ശക്തമായ സംവിധാനങ്ങളുമുണ്ട്. പേജ് പ്രമുഖ് മുതൽ സംസ്ഥാന നേതൃത്വം വരെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട്. മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേവലം പ്രവചനങ്ങളല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു എക്സിറ്റ് പോൾ ഫലം എടുത്താലും അത് ഇന്ത്യക്ക് അനുകൂലമാണ്. കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയുന്നത് തടയാൻ ഇനി ആർക്കും കഴിയില്ല. 14 സീറ്റുകൾ എന്നത് BJPയുടെ വിജയയാത്രയുടെ തുടക്കം മാത്രം. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ 14 സീറ്റുകൾ എന്നക്കം വെറുമൊരു രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുമല്ല, അത് കേരളത്തിന്റെ ആത്മാഭിമാനത്തിന്റെ വീണ്ടെടുപ്പാണ്. 0 സീറ്റുകളിൽ നിന്ന് ഒറ്റയടിക്ക് 14 സീറ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ദശകങ്ങളായി അന്തംഗമ്മി സുഡാപ്പി കോൺഗ്രസ് കൂട്ടുകെട്ടുകൾ കേരളത്തിന്റെ വികസനത്തെയും വിശ്വാസത്തെയും ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ ചങ്ങലകൾ പൊട്ടുന്നു. പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇടത് വലത് മുന്നണികളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കേരളം ഇനി ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും, NDA തീരുമാനിക്കും. ഈ ഒരു പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറുന്നു. ഇത്രയും കാലം BJPയെ മൂന്നാം കക്ഷി എന്ന് വിളിച്ചു പരിഹസിച്ചവർക്ക് ഇന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കുന്നത് ഭയത്തോടെയാണ്. ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, അയ്യോ EVM തകരാറാണ്, EVM തട്ടിപ്പാണ്, വോട്ട് ചോരിയാണെന്ന്. പക്ഷേ ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ ജനങ്ങൾ മണ്ടന്മാരല്ല. ഈ 14 സീറ്റുകൾ നിയമസഭയിലോ പാർലമെന്റിലോ എത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള മാറ്റങ്ങളാണ്. കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാൻ, നമ്മുടെ നാടിന് അർഹമായ കേന്ദ്ര പദ്ധതികൾ തടസ്സമില്ലാതെ ഇവിടെ എത്താൻ ഈ ജനവിധി കാരണമാകും. നരേന്ദ്രമോദി എന്ന ലോക നേതാവ് കേരളത്തിന് നൽകുന്ന ഉറപ്പുകൾ നടപ്പിലാക്കാൻ ഈ പ്രതിനിധികൾ കരുത്തായി മാറും. സിൽവർ ലൈൻ പോലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതികൾക്കല്ല, മറിച്ച് വന്ദേ ഭാരതും കേരളിന് ബദലായുള്ള ആധുനിക റെയിൽവേ വികസനത്തിനുമാണ് കേരളം വോട്ട് ചെയ്തിരിക്കുന്നത്. അഴിമതിയുടെ കറപുരണ്ട കേരള മോഡലിന് പകരം സുതാര്യമായ മോദി മോഡൽ വികസനം ഇവിടെ വേരോടുകയാണ്. ഇതൊരു കാവ്യ വസന്തത്തിന്റെ തുടക്കം മാത്രമാണ്. കേരളത്തിലെ ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങൾ കൈകോർത്ത് BJPക്ക് നൽകുന്ന ഈ ഒരു പിന്തുണ വരും തലമുറയ്ക്കുള്ള സുരക്ഷാ കവചമാണെന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, പ്രീണന്റെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് എല്ലാവർക്കും നീതിയും വികസനവും ഉറപ്പാക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇവിടെ ഉദയം ചെയ്യുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വർഗീയ ശക്തികളെ താലോലിക്കുന്ന മുന്നണികൾക്ക് ഇനി കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാണ്. നിങ്ങളുടെ ഓരോ വോട്ടുമാണ് ഈ മാറ്റത്തിന് കരുത്തേകിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും കാണാം. നന്ദി.